ഹായ് ഗൈസ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ CI സച്ചിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരികയാണ്. നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ പുറകെ നടക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു അസൽ കോഴിയായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ് കേട്ടോ. നന്ദുവായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ച് വിവാഹ നിശ്ചയം എത്തുകയാണ്. ആ സമയം കനകയുടെയും ഗോവിന്ദൻ്റെയും ഒക്കെ നിർബന്ധം കൊണ്ട് നന്ദു അതിന് സമ്മതിക്കുക. പക്ഷേ സത്യങ്ങളൊക്കെ അറിയാണ്. നമ്മുടെ അനിയും കൂട്ടുകാരും കൂടി ഈ സത്യങ്ങളെല്ലാം കണ്ടെത്തുകയാണ്. നമ്മുടെ CI സച്ചിന് മറ്റൊരു ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം, അവരെ ചീറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ആകുമ്പോഴേ നന്ദു തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്ത് കുത്തിനു പിടിച്ച് കൊണ്ടുപോവാണ് നമ്മുടെ CI സച്ചിനെ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കനകയാണെങ്കിൽ ആത്മഹത്യാ നാടകമൊക്കെ മുഴക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ വിവാഹത്തിന് നന്ദു സമ്മതിച്ചില്ലെങ്കിൽ കനക ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴും നന്ദു പറയുന്നുണ്ട്, എനിക്ക് അയാളെ ഒന്നും വിവാഹം കഴിക്കാൻ പറ്റില്ല. അയാളെപ്പോലൊരു ഫ്രോഡിനെ, അയാളുടെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചിട്ടൊന്നും എനിക്ക് ആലോചിക്കാനേ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ആദർശ നയനിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കനക രക്ഷപ്പെടുക. കനക പറയുന്നുണ്ട് നയനിയോട്, ഞാൻ ചാകാനൊന്നും പോയതല്ല, ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു വേഷം കെട്ടിയതാണെന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്തൊക്കെ അമ്മ പറഞ്ഞാലും ശരി, ഞാൻ അയാളെ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അപ്പോൾ കനക പറയാം, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും ഈ വിവാഹത്തിന് ഇവിടെ സമ്മതിക്കണം എന്ന് നയനയോട് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, അമ്മേ അവൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ വേണ്ട, അയാൾ അങ്ങനെ പറയുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ കനക പറയാം, പിന്നെ സച്ചിമോൻ നല്ല മോനാണ്, നല്ല സ്വഭാവമാണ് അവന്, ആ വിവാഹം തന്നെ നടക്കണം, അനിയായിട്ട് വിവാഹം നടത്താൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലെന്ന് പറയാം. അപ്പോഴാണ് നയന പറയുന്നത്, അമ്മേ അനിയും അവളും കൂടിയേ ചേരുന്നത്, അമ്മ ആ ജോത്സ്യം പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നില്ലേ, എങ്ങനെ പോയാലും നന്ദു അനിയും കൂടിയേ ചേരുവോളെന്ന്. എന്നിട്ട് പിന്നെ ഇപ്പം അമ്മ ഇങ്ങനെ മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, ജോത്സ്യം പറഞ്ഞെങ്കിൽ എന്താ, ഞാൻ ആ കാര്യമൊന്നും അവളോടൊന്നും പറഞ്ഞിട്ടില്ല, നിന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ, നീ എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത് വിളിച്ചു പറയുന്നത്? എന്തായാലും അനിയുമായിട്ട് ഒരു വിവാഹം നടത്താനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, നന്ദുവിനെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാനും യാതൊരു താല്പര്യവും ഇല്ലെന്ന് കനക തീർത്ത് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ, വിവാഹ നിശ്ചയത്തിനൊന്നും ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ, സമ്മതിച്ചില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ കിടന്ന് ചാവും, ഉറപ്പാണ്, അത് ഞാൻ തീരുമാനിച്ച കാര്യമാണെന്ന് പറയാം. അപ്പോൾ പിന്നെ നന്ദുവിനെ സമ്മതിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായി ആദർശിന് നയനയ്ക്ക്. അങ്ങനെ ആദർശ നയനയും കൂടെ ചെന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു അമ്മ ഇപ്പം ചെയ്യാൻ പോയത് നീ കണ്ടില്ലേ, ആത്മഹത്യ ചെയ്യാൻ പോയത്. അപ്പോൾ നന്ദു പറയാം, അമ്മ എന്തെങ്കിലും ചെയ്തോട്ടെ, അമ്മ പറയുന്ന പോലെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ? എല്ലാ കാര്യവും ഇപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ എന്താ അർത്ഥം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, മോളെ ഞാനും അമ്മയോട് സംസാരിച്ചു, നീയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചിട്ട്, പക്ഷേ അമ്മ അതിനൊന്നും അടുക്കുന്ന മട്ടില്ലെന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പോഴിങ്ങനെ സംസാരിക്കാൻ തോന്നിയോ എന്ന് ചോദിക്കുക. ആദർശേട്ടനോടും നയനേച്ചിയോടും ഈ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അനി, എന്നിട്ടും നിങ്ങളാരും അതിനൊന്നും സമ്മതിച്ചില്ല. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വന്ന് ഇവിടെ വിവാഹാലോചന നടത്തിയെങ്കിലും അപ്പോഴൊന്നും നിങ്ങളത് സമ്മതിച്ചില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയല്ലോ അതായിരിക്കും ശരിയെന്ന്. അപ്പോൾ ആദർശ് പറയാം, മോളെ ആ സമയത്ത് അനാമിക അനിയും കൂടെയുള്ള ജീവിതം നന്നായി പോട്ടെ, അതായിരിക്കും അനന്തപുരി തറവാടിന് നല്ലതെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അനാമികയുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പിന്നെ അനിയും അനാമികയും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലായി. അവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയില്ലേ, മുത്തശ്ശിയെ വരെ കോടതി കയറ്റി, എന്തെല്ലാം ചോദ്യങ്ങളാണ് മുത്തശ്ശി വാദിക്കൂട്ടി നിന്ന് കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്കൂട്ടി മുത്തശ്ശിയെ കൂടിയാക്കിയ അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നന്ദു ചോദിക്കുക, ഇപ്പം അനാമികയോടുള്ള ദേഷ്യവും വാശിയും ഒക്കെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് എന്നെയും അനിയെയും കൂടെ ഒന്നിപ്പിക്കാൻ തോന്നിയതല്ലേ? ഇതിനു മുമ്പ് അതിനൊന്നും സമ്മതിക്കില്ല എന്നായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്. അത് മോളെ അനിക്ക് ഇപ്പം നീ ഇല്ലാതെ പറ്റില്ല, അവനാക്കപ്പാടെ ഒരു സന്തോഷം, നിൻ്റെ ഒപ്പമുള്ള ഒരു ജീവിതമാണ്, ഇനി നിന്നെ അവന് കിട്ടിയില്ല എന്നുള്ളെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലെന്ന് നയന പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് കേട്ടോ, ശരിയാ,
എനിക്ക് ഇനി മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല. എനിക്കും അതുപോലെ എനിക്ക് അനിയെ ഇഷ്ടമാണ്, അവൻ എന്നെ ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വില്ലനായിട്ട് ഈ CI സച്ചിദാനന്ദൻ വന്നിരിക്കുന്നത്. അയാളെ ഒന്നും വിവാഹം കഴിച്ച് അയാൾ അടിമയായിട്ടൊന്നും ജീവിക്കാൻ ഈ നന്ദുവിനെ കിട്ടില്ല. അയാൾ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. നിങ്ങളാരും പുറമേ കാണുന്ന പോലൊന്നും അല്ല അയാൾ. എപ്പോഴും നല്ല ചിരിച്ച് വർത്തമാനം പറഞ്ഞ് എല്ലാവരെയും സോപ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഷ്ടനാണ്. അയാൾക്ക് ഇപ്പോഴും അനിയെ ജയിലിലിടണം എന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ. അനിയെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കണമെന്നും ഒരു ചിന്തയുണ്ട്. പക്ഷേ പുറമേ എല്ലാവരെയും കാണുമ്പം അങ്ങനെയല്ല എന്നൊക്കെ വരുത്തി തീർക്കുന്നതേ ഉള്ളൂ. ഒരു പ്രത്യേകതര സ്വഭാവം, അയാളുടെ സ്വഭാവത്തിൽ തന്നെ എന്തോ ഒരു വൈകൃതം ഉണ്ട് എന്ന് പറയുകയാണ് നന്ദു. അപ്പം ആദർശം പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ നിനക്ക് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ മോളെ എന്ന് ചോദിക്കുക. പല കാരണങ്ങളുണ്ട്. ഞാൻ അയാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. കുടുംബപരമായിട്ടൊക്കെ അന്വേഷിച്ചു. എല്ലാവരും ഭയങ്കര ധാർഷ്ട്യം പിടിച്ച ആൾക്കാരാണ്. അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരു പ്രത്യേക തരം ആൾക്കാർ. പിന്നെ അതുപോരാത്തതിന് അയാളും അത്ര പന്തിയല്ലെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നവരാ അയാളുടെ വീട്ടിലുള്ളവർ. അയാൾ പറയുന്ന കേട്ട് മാത്രം ജീവിക്കുന്നവർ. അയാളുടെ ഭാര്യയായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു. എനിക്കൊരു സ്വാതന്ത്ര്യവും കാണില്ല. അയാളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അയാൾ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുകയോ ഒരു വിലയോ മാന്യതയോ ബഹുമാനമോ കൊടുക്കുന്ന ആളല്ല. അങ്ങനെ ഒരാളോടൊപ്പം ഈ നന്ദുവിനൊന്നും ജീവിക്കാൻ പറ്റില്ലെന്ന് നന്ദു പറയുകയാണ്. അപ്പോഴേ ആദർശ് പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ ആ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. തെളിവുകളൊന്നും ഇപ്പോൾ നമ്മുടെ പക്ഷം ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ അയാളെ ആട്ടിയിറക്കും. നന്ദുവിനെ അങ്ങനെ ഒരാളുടെ കൂടെ വിവാഹം കഴിച്ചു വിടാൻ ഞാൻ സമ്മതിക്കില്ല മോളെ എന്ന് ആദർശ് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ചിലരോടൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയും അന്വേഷിക്കാൻ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ, അപ്പോൾ അറിയാലോ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന്. അതിനുശേഷമേ ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് നന്ദു പറയാണ്. അതേസമയം നയനിയും പറയുന്നുണ്ട്, ശരിയാ മോളെ, നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ അമ്മ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിശ്ചയത്തിന് നീ സമ്മതിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിനങ്ങ് ദേഷ്യം വന്ന് നന്ദു അകത്തേക്ക് കയറി പോവാണ്. ആദർശും നയനയും കൂടി പോയി കനകയും ഗോവിന്ദനെയും കണ്ട് സംസാരിക്കുക. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അമ്മയും അച്ഛനും ഇപ്പം അനിയുമായിട്ടുള്ള വിവാഹത്തിന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നന്ദുവിൻ്റെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ, നന്ദുവിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ അവൾക്ക് അനിയുടെ ഒപ്പം ജീവിക്കണം. അവൾക്കിപ്പോഴും അനിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അനിക്കും എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയാം, ആദർശേ മതി നിർത്ത്, ഇനി ആ കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ട. CI സച്ചിദാനന്ദനോട് വാക്ക് കൊടുത്തതാണ്. അയാളുടെ വീട്ടുകാർ വന്ന് അച്ഛനും അമ്മയൊക്കെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതുമാണ്. അങ്ങനെ ഒരു വാക്ക് കൊടുത്തതിന് ശേഷം പിന്നെ അത് മാറ്റി പറയാൻ പറ്റില്ല. ഏകദേശം ഒരാഴ്ച കൂടിയുള്ളൂ വിവാഹ നിശ്ചയത്തിന്. ആ വിവാഹ നിശ്ചയവും മോതിരമാറ്റവും ഒക്കെ നടത്തണം. അതിനുശേഷം വിവാഹം കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. അല്ലാതെ ഒരാളോട് വാക്ക് കൊടുത്തിട്ട് പിന്നെ അത് മാറ്റി പറയാൻ പറ്റില്ല. അനന്തപുരിയിലെ ബന്ധം വേണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചല്ലേ. നവിയും നയനിയും അവിടെ ഉണ്ടല്ലോ. ഇനി ആ കൂടെ നന്ദുമോനെ കൂടി വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പം കനകയും പറയാം, ശരിയാ, അത് ജാനകിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ബന്ധത്തിൽ. ജലജയ്ക്കും ഇല്ല. അവരെൻ്റെ മോൾ അവിടെ വന്നു കഴിയുമ്പം അവളെ പഴയ വിധത്തിൽ പറഞ്ഞ് വിഷമിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജാനകി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുകയറാൻ ഞങ്ങളാരും സമ്മതിക്കില്ല എന്ന്. അങ്ങനെയുള്ളിടത്ത് നിർബന്ധിച്ച് നന്ദുവിനെ ആ വീട്ടിലേക്ക് വിട്ടാൽ ജാനകിക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടമില്ലാത്ത അമ്മായിയമ്മയുടെ കൂടെ ജീവിക്കുന്ന എൻ്റെ നന്ദുമോൻ്റെ ജീവിതം സുഖകരമാകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നവിയയും നയനിയൊക്കെ ആ വീട്ടിൽ വന്നു കയറിയ സമയത്ത് അനുഭവിച്ച വിഷമം എനിക്കറിയാം. അന്നേ തീരുമാനിച്ച അങ്ങോട്ട് ഇനി നന്ദുവിനെ കൂടി വിടുന്നില്ല എന്നൊക്കെ കനക ആദർശിനോട് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയമ്മേ, അതാ നിങ്ങളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പക്ഷേ നന്ദുവിൻ്റെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണം. നന്ദു പറഞ്ഞിരിക്കുന്നത് CI സച്ചിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു എന്നാ. അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണാപരമായ കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നന്ദു ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അയാളൊരു ഫ്രോഡാണെന്ന് തെളിയുകയാണെങ്കിൽ ഞാനും നന്ദുവിൻ്റെ ഒപ്പം തന്നെ നിൽക്കും. നന്ദുവിൻ്റെ ആ വിവാഹം മുടക്കുക തന്നെ ചെയ്യും. CIയെ ഞാൻ അടിച്ചിറക്കുക തന്നെ ചെയ്യുമെന്ന് ആദർശം പറയുക. അപ്പം കനകയും ഗോവിന്ദനും പറയുന്നുണ്ട്, കേട്ടോ, അങ്ങനൊന്നുമില്ല, സച്ചിമോ നല്ലവനാ, അസൂയക്കാർ പറഞ്ഞു വരുത്തുന്ന, പിന്നെ തെറ്റിനെതിരെ പൊരുതുകയും എല്ലാ കള്ളത്തരത്തങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കുകയും ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണ അവനെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് പല ശത്രുക്കളും ഉണ്ട്. അവരോരോന്നൊക്കെ പറഞ്ഞു പരത്തും. അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയണം. അങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മുടെ ആദർശും നയനയും ഒക്കെ അനന്തപുരിയിലേക്ക്. അതിനുശേഷം നമ്മുടെ അനിയെ വിളിക്കുന്നുണ്ട് നന്ദു. എന്നിട്ട് പറയാ, എടാ അനി, ആദർശേട്ടനും നയനേച്ചിയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിവാഹക്കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദർശേട്ടനും നയനേച്ചിക്കും ഒക്കെ ഇപ്പോൾ അതിന് താല്പര്യമാണ്.
അപ്പോൾ അനി ചോദിക്കുക, എന്നിട്ട് നിൻ്റെ അമ്മയും അച്ഛനും എന്തു പറഞ്ഞു, സമ്മതിച്ചോ? ആദർശേട്ടൻ പറഞ്ഞാൽ അവർ സമ്മതിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞിട്ടും അവർ സമ്മതിച്ചിട്ടൊന്നുമില്ല, അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് തന്നെയാണ് വരുന്നത്. പോരാത്തതിന് അമ്മ ഒരു ആത്മഹത്യാ നാടകം കൂടി കളിച്ചു എന്ന് പറയാം. എന്താ നന്ദു ആ പറഞ്ഞത് എന്ന് ചോദിക്കുക. അല്ല, അമ്മ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചില മുറിയിൽ കയറി വാതിലടച്ച് തൂങ്ങി മരിക്കാനൊക്കെ ശ്രമിച്ചു. അമ്മയുടെ ഒരു നാടകമാണ്, എന്നെക്കൊണ്ട് ആ വിവാഹത്തിന് സമ്മതിപ്പിക്കാനായിട്ടുള്ള ഒരു നാടകമായിരുന്നു അതെന്ന് പറയാം. അപ്പോൾ അനി പറയാ, അതുകൊണ്ട് നമ്മുടെ വിവാഹം നടക്കാൻ സാധ്യതയില്ലല്ലേ, അങ്ങനെ അമ്മ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ CI സച്ചിൻ ഒരു ഫ്രോഡാണ്, അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശേട്ടനും അതിന് കൂട്ടുനിന്നു. ആദർശേട്ടനും എന്നോട് പറഞ്ഞു, അയാൾ എന്തെങ്കിലും ഒരു മോശക്കാരനെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ അവനെ അടിച്ചിറക്കുമെന്ന് ആദർശേട്ടനും പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നന്ദു, അയാളെക്കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളൊക്കെ കിട്ടി, അയാളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ പോയി, അയാളുടെ കുടുംബത്തും കൂട്ടുകാരോടും ഒക്കെ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ചില തരികടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ ജോലി ചെയ്ത പല സ്റ്റേഷനുകളിലും പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിന്നെ നേരിട്ട് കാണുമ്പോൾ അതൊക്കെ പറയാമെന്ന് വിചാരിച്ചിരിക്കുക ഞാനെന്ന് പറയാം. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അവനൊരു തട്ടിപ്പുകാരനാണോ എന്ന് ചോദിക്കുക. അതിനൊരു വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല, ആ ചില തെളിവുകളിലേക്കൊക്കെ ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തെളിവ് കിട്ടി അത് അപ്പോഴേ ഞങ്ങൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വീഡിയോ കൊണ്ടുവന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം, നിനക്ക് ഞാൻ അയച്ചു തരാം. കാരണം അയാൾ പെൺവിഷയത്തിൽ സകല ഒരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു എന്ന് പറയുക. അപ്പോൾ നന്ദു ചോദിക്കും, എന്താടാ അതെനിക്കും തോന്നി, അയാൾക്ക് അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടപ്പോഴേ വിവാഹം കഴിക്കണമെന്ന് തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അത് ശരിയാണ്, അയാൾ ഇതിനു മുമ്പ് ഇരുന്ന പല സ്റ്റേഷനുകളിലും ഇങ്ങനെ ചില റിലേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ അവിഹിതം, അതുപോലെ ചിലതൊക്കെ തട്ടിപ്പ്. ആ തട്ടിപ്പുകളുടെയൊക്കെ യഥാർത്ഥ വിവരം പുറത്തു വരികയും അവരിൽ നിന്നൊക്കെ തെളിവ് ശേഖരിക്കുകയും അവർ മൊഴി നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവനെതിരെ കേസെടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറയാണ്. ഒരുപാട് പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും, അവനെ പൂട്ടും നന്ദു ഞാനെന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, എടാ നീ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അവനെ ഒന്ന് അറസ്റ്റ് ചെയ്യാനെങ്കിലും പറ്റണം, പല പെൺകുട്ടികളെ അവൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ പാടില്ലല്ലോ എന്ന് പറയാണ്. അപ്പം അനി പറയാ, ശരിയാ, ആ തെളിവുകളെല്ലാം കിട്ടട്ടെ, എന്നിട്ടല്ലേ നിനക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ തെളിവുകൾ നിരത്തേ വേട്ടെ, എന്നാലല്ലേ ഉള്ളൂ നമ്മുടെ ബന്ധം മുന്നോട്ട് പോവുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയും. അങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസമൊക്കെ അടുത്ത് വരികയാണ് കേട്ടോ. അങ്ങനെയാവുമ്പോൾ തലേ ദിവസം തന്നെ അനിയെ വിളിക്കുന്നുണ്ട് നന്ദു. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് അനിയോട്, അനി നാളെയാ വിവാഹ നിശ്ചയം, ഇവിടെയാണെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക, അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, അത് കാണുമ്പം എനിക്ക് മനസ്സിന് ഭയങ്കര പ്രയാസമാണെന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, എടി അത് സാരല്ല, വിവാഹമൊന്നും അല്ലല്ലോ, വെറും നിശ്ചയമല്ലേ, നീ പോയി മുന്നിലിരുന്നാൽ മതി, കൈ നീട്ടി കൊടുത്താൽ മതിയല്ലോ, അതിനിപ്പോൾ എന്താ, വിവാഹം നടക്കാതിരുന്നാൽ പോരെ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് കഴിയുമ്പം അവരവരുടെ വീട്ടിലേക്ക് അങ്ങ് പോയിക്കോളും, നീ ഇപ്പോഴേ അതോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല നീ എനിക്ക് പറ്റില്ല, വിവാഹ നിശ്ചയത്തിന് പോലും മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടിയിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അവൻ കയ്യിലിട്ട് തരുന്ന ആ മോതിരമൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ വിവാഹം വേണ്ടെന്ന് വയ്ക്കാനും അത് ഊരി എറിയാനും ഒന്നും എനിക്ക് പറ്റില്ല, നീ അതുകൊണ്ട് തെളിവുകൾ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചോ, നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ തെളിവുകളൊക്കെ സംഘടിപ്പിക്കണമെന്ന്, നിങ്ങളുടെ അന്വേഷണം എവിടം വരെയായി, അനി നീ എന്ത് ചെയ്യുക, നിനക്കിതെല്ലാം ഒരു തമാശ, എൻ്റെ ജീവിതം വെച്ചാൽ നീ കളിക്കുന്നത്, നാളെ ഇപ്പം അവരുടെ ആൾക്കാരും നമ്മുടെ ആൾക്കാരും എല്ലാവരും വരില്ലേ എന്ന് ചോദിക്കുക. അപ്പം അനി പറയാണ്, ശരിയാ, ഇവിടുന്ന് എല്ലാവരും നിൻ്റെ വിവാഹ നിശ്ചയത്തിന് വരാനുള്ള തയ്യാറെടുപ്പിലാണ്, അമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ വല്യമ്മയും അപ്പച്ചിയും ഒക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും ഉണ്ട്, ആദർശേട്ടനും നയനേച്ചിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമാണ് നാളെ എന്നൊക്കെ എന്നോട് ആദർശേട്ടൻ പറയുകയും ചെയ്തു, ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല നന്ദു, വിവാഹ നിശ്ചയം മാത്രമല്ലേ, വിവാഹമൊന്നും അല്ലല്ലോ. നന്ദു പറയാം, നീ എന്താ ഇത്ര സില്ലി, ഇങ്ങനെ സില്ലിയായിട്ട് സംസാരിക്കാൻ നിനക്ക് ഇങ്ങനെ പറ്റുന്നു, അയാളെക്കുറിച്ച് ഇത്രയധികം തെളിവുകൾ കിട്ടി, ബാക്കി കൂടി നീ സംഘടിപ്പിക്കുക, നാളെയെങ്കിലും അയാളുടെ കരവലയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അവൻ്റെ തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ ഞാൻ അവനെ അറസ്റ്റ് ചെയ്തോളാം, ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, ശരിയാ നന്ദു, ഞാൻ എങ്ങനെയായാലും ഇന്ന് ആ തെളിവ് സംഘടിപ്പിക്കാം, വ്യക്തമായ തെളിവ് തന്നെ സംഘടിപ്പിച്ച് നിനക്ക് അയച്ചു തരാം, അപ്പോൾ നിനക്ക് എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കാൻ പറ്റുമല്ലോ, പിന്നല്ലാതെ അവനെപ്പോലൊരു ഇത്രയും വലിയ ഫ്രോഡ് ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് മറ്റ് വിവാഹങ്ങളും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, അവൻ
പല പെൺകുട്ടികളെയും വഞ്ചിച്ചിട്ടുണ്ട്. അവൻ ഒരിക്കലും എൻ്റെ മുമ്പിൽ പോലും നിൽക്കാനുള്ള അർഹതയില്ല നീ. അതുകൊണ്ട് അവനെ നമുക്ക് എങ്ങനെയെങ്കിലും പൂട്ടണം എന്ന് പറയാണ്. അപ്പോൾ അനി സംഘടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തെളിവ്. അപ്പോൾ അനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് പല സ്റ്റേഷനുകളിലും ഈ CI സച്ചിൻ പല ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പലതും അവിഹിത ബന്ധങ്ങളൊക്കെ ആയിരുന്നു. അത് വലിയ പ്രശ്നമില്ലാതൊക്കെ പോയെങ്കിലും 1-2 സ്ഥലത്തൊക്കെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ച് സ്വർണവും പണവും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം അവിടെ തട്ടിപ്പ് നടത്തി ആ സ്റ്റേഷനിൽ നിന്ന് പോവുകയും പിന്നീട് ആ പെൺകുട്ടികളെ ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് സച്ചിന്. പിന്നെ അവർ വിളിക്കുന്ന ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്യാതിരിക്കുക. പല പെൺകുട്ടികളും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. CI ആയതുകൊണ്ട് മാത്രം പരാതി കൊടുക്കാതെ ഇരിക്കുന്നവരുണ്ട്, പരാതി കൊടുത്തിട്ടും നടപടി എടുക്കാതിരിക്കുന്നുണ്ട്. CI ആയതുകൊണ്ട് ഈ സച്ചിൻ തന്നെ ആ കേസുകളൊക്കെ തേച്ച് വായിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ കിട്ടുക. അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു വിവരം കിട്ടുകയാണ് കേട്ടോ നമ്മുടെ അനിക്കൊക്കെ. CI സച്ചിൻ ഒരു വിവാഹം കഴിച്ചു, അതിലൊരു കുട്ടി കൂടിയുണ്ട്. എന്നിട്ട് അവരെ തിരിഞ്ഞു പോലും നോക്കാതെയാണത്രേ ഈ സ്റ്റേഷനിലേക്ക് പോകുന്നത്. പല പ്രാവശ്യം ആ പെൺകുട്ടി CI സച്ചിനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം ഈ സ്റ്റേഷനിൽ എത്തുക പോലും ചെയ്തിട്ട് അയാൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിയെ നമ്മുടെ അനിയൊക്കെ കണ്ടെത്തുന്നത് കേട്ടോ. ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ CI സച്ചിൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വാക്ക് നൽകിയതാ. അതിനുശേഷം വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തു. പിന്നീട് ഒരു ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ മാലയിട്ട് വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം 1 വർഷത്തോളം അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ആയതിനു ശേഷമാണ് അയാൾ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കാതെയായി. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ പല പ്രാവശ്യവും ആ സ്റ്റേഷനിൽ ചെന്നതാണ്. എൻ്റെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ടൊക്കെ ചെന്നതാ. പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ അച്ഛനില്ല. അതിനൊക്കെ ശേഷം ആ സ്റ്റേഷനിൽ തന്നെ ഞങ്ങളൊരു പരാതിയും കൊടുത്തതാ. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് പരാതി ആരും സ്വീകരിച്ചില്ല. CI സച്ചിൻ ആ പരാതിയൊക്കെ നിഷ്കരണം തള്ളിവിടുകയാണ് ചെയ്തത്. പോരാത്തതിന് ഇനി ഇതിൻ്റെ പുറകെ വരികയോ അന്വേഷിക്കുകയോ വല്ലതും ചെയ്താൽ എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഒരു ദിവസം അയാൾ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്ന് പറയാണ്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാണോ? നിങ്ങൾക്ക് അയാളെ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയാണ്, തീർച്ചയായും ഇതൊക്കെ ഞങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാണ്. പറയാനൊരു സ്ഥലമില്ലായിരുന്നു, ഞങ്ങളെ കേൾക്കാൻ ആരും ഇല്ലായിരുന്നു. ഈ പോലീസുകാരെല്ലാം ആ CI സച്ചിൻ്റെ ആൾക്കാരാണ്. അവരാരും ഞങ്ങൾ പറയുന്ന കേൾക്കുകയോ ഞങ്ങളുടെ പരാതി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വിഷമിച്ച് കഴിഞ്ഞിരുന്നത്. അയാൾ അതിനുശേഷം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവായിരുന്നു. ഒരു ദിവസം ഇതുപോലെ നിർബന്ധിച്ച് ഞാൻ വന്നപ്പോഴേക്കും അയാൾ എൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം എന്നോട് വിളിച്ചു പറഞ്ഞു, ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഞാൻ പരാതി പിൻവലിക്കുകയായിരുന്നു സാറേ, എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട്. ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. അയാളുമായിട്ട് കൂടെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹമേ ഇല്ല. പക്ഷേ ഇതുപോലെ പല സ്ഥലത്തും പല പെൺകുട്ടികളെയും ഇയാൾ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പം, ഇതുപോലുള്ളവർ ഇങ്ങനെ സമൂഹത്തിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന കാണുമ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചത്. ഇനിയും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും നടത്തണമെന്നുണ്ട്. സാറൊക്കെ സഹായിച്ചാൽ ഞങ്ങൾ മുന്നോട്ട് വരാം. ആരും ഇല്ലാത്തത് കൊണ്ടാണ് സാറേ എന്നൊക്കെ പറയുകയാണ് അനിയോട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഈ CI സച്ചിൻ ഇപ്പം വേറൊരു സ്റ്റേഷനിലാണ്. അവിടെയും അയാൾ മറ്റൊരു വിവാഹം ആലോചിച്ചിരിക്കുകയാണ്. നാളെ അയാളുടെ വിവാഹ നിശ്ചയമാണ് എന്ന് പറയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഒരിക്കലും അതിന് സമ്മതിക്കരുത് സാറേ. എല്ലാ പെൺകുട്ടികളെയും കാണുമ്പോൾ കണ്ണും കൈയും കാണിച്ച് വിവാഹ അഭ്യർത്ഥനയുമായി വീട്ടിലെത്തുകയും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അയാൾ. അതിനുശേഷം അയാൾ ആ വീടുകളിലേക്ക് തിരിഞ്ഞു കയറില്ല. ഒരു കുട്ടി കൂടി ആയിക്കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി മറ്റെവിടേക്കെങ്കിലും പോകും. പിന്നെ പഴയ നമ്പറോ ഒന്നും കാണില്ല. ഞങ്ങളെപ്പോലെയുള്ളവർ പരാതി കൊടുത്താൽ അതൊന്നും അന്വേഷിക്കാൻ ആരും കാണില്ല സാറേ. ഞാൻ പറ്റിക്കപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളാണ്. എനിക്ക് പരാതിയുണ്ട് സാറേ, അയാളെ അറസ്റ്റ് ചെയ്യണം. ഇതുപോലുള്ള കാപാലികന്മാർ ഈ സമൂഹത്തിന് തന്നെ ദോഷമാണ് എന്നൊക്കെ ആ പെൺകുട്ടി പറയുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇതൊക്കെ കോടതിയുടെ മുമ്പിൽ വന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കുഞ്ഞ് അയാളുടേതാണെന്ന് തന്നെ തെളിവുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയാണ്, അതെ, എൻ്റെ കുഞ്ഞ് അയാളുടെ തന്നെയാണ്. അതിന് ഏത് തെളിവും ഞാൻ കൊടുക്കാം, ഏത് കോടതിയുടെ മുമ്പിൽ വന്ന് ഞാൻ പറയാം. പക്ഷേ അയാൾ ഈ സമൂഹത്തിൽ രക്ഷപ്പെട്ട് സുഖിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് പറയാം. അങ്ങനെ അനി ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വിവാഹ നിശ്ചയ ദിവസം എത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്ക് നയനിയും ആദർശവും ഒക്കെ എത്തുന്നുണ്ട്. നവ്യയും അവിയും അതുപോലെ ജലജയും ഒക്കെ വരികയാണ് കേട്ടോ, ദേവയാനിയും ഒക്കെ.
അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നയന ചെന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ നന്ദു, നിനക്കായിട്ട് ഞാൻ സാരി കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി. നീ ഇന്ന് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു സാരിയൊക്കെ ഉടുക്കുക. നിൻ്റെ വിവാഹ നിശ്ചയവും മോതിരമാറ്റവും ഒക്കെ നടക്കാൻ പോവല്ലേ. ഇപ്പോൾ പയ്യനും കൂട്ടരും ഒക്കെ വരും. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കരുത്. നീ വിഷമിച്ച് നിന്നാൽ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ അമ്മയും അച്ഛനെയും കുറിച്ച് നീ ആലോചിക്കണം. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ പിന്നെ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കും മോളെ. നീ അതുകൊണ്ട് സമ്മതിക്കണം. നീ വേഷമൊക്കെ മാറി വരാൻ പറയാ. അപ്പോഴും നന്ദുവിൻ്റെ മനസ്സിൽ ഒരു ആളലും ആന്തലും ഒക്കെയാണ് കേട്ടോ. സച്ചിനെ കുറിച്ചിട്ടുള്ള പല വിവരങ്ങളും നന്ദു അറിഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദു ഡ്രസ്സ് മാറാൻ കയറുന്നു. എല്ലാവരും എത്തുന്നു കേട്ടോ. പയ്യൻ്റെ വീട്ടിൽ നിന്ന് സച്ചിനും സച്ചിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ വരികയാണ്. അതുപോലെ ഇവരുടെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിരുന്ന് വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടക്കുകയാണ്. ചടങ്ങുകൾ നടക്കാനുള്ള സ്ഥലവും മോതിരം മാറ്റത്തിനുള്ള സംഭവങ്ങളും എല്ലാം റെഡിയായിരിക്കുക. അപ്പോൾ നമ്മുടെ നന്ദു അകത്ത് അനി വിളിക്കുകയാണ്. അനി വിളിച്ചതിന് ശേഷം നന്ദുവിനോട് ഈ വിവരങ്ങളെല്ലാം പറയുകയും ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതുകൂടി കേൾക്കുമ്പോൾ നന്ദു ഒരു കാര്യം തീരുമാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിനെ പൂട്ടണം, ഇതുപോലെയുള്ള വിവാഹ തട്ടിപ്പ് വീരനെ പൂട്ടണം എന്ന് തന്നെ തീരുമാനിക്കുക. അങ്ങനെ നന്ദു ആണെങ്കിൽ സാരിയൊന്നും കൊടുക്കാതെ യൂണിഫോമിൽ തന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, മോളെവിടെ, നന്ദു എവിടെ, നന്ദുവിനെ വിളിക്കുന്നു പറയാം. അപ്പോഴേക്കും നന്ദു വിവാഹ നിശ്ചയം നടക്കാനുള്ള ആ വേദിയിലേക്ക് ഇറങ്ങി വരിക. അത് യൂണിഫോമിൽ. ഇത് കണ്ട് നയനയും അതുപോലെ കനകയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇത് മാറിയില്ലേ ഡ്രസ്സൊന്നും എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും സച്ചിൻ്റെ അമ്മ ചോദിക്കുക, എന്താ ഈ കുട്ടി ഇത് മാറാത്തത്, സാരി ഉടുത്തിട്ട് വരണ്ടേ, ഈ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കാനുള്ളതല്ലേ, അപ്പോഴും ഈ യൂണിഫോമിൽ വരിക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മോശമല്ലേ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും കനകയും വഴക്ക് പറയുന്നുണ്ട് നന്ദുവിനെ, നന്ദു നീ എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ലെന്ന് പറയുക. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുക, അതെന്താ നീ ഇപ്പോൾ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഇയാളെപ്പോലെ ഒരു വിവാഹ തട്ടിപ്പ് വീരനെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇയാൾ നിയമത്തിന് മുമ്പിലെ കുറ്റവാളിയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നതെന്ന് പറയുക. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോ, എന്താ നന്ദു ഈ പറയുന്നത്, നിനക്ക് കളിക്കാനുള്ള സമയമല്ല ഇതൊരു പരിഭാവനമായ ചടങ്ങ് നടക്കാനാണ് എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ തെളിവുകളൊക്കെ നന്ദു എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുക, ഈ വീഡിയോ കാണിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് തെളിവുകളാണ്, ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകളാണ്. ഇതിൻ്റെ പേരിൽ ഇയാളെ തൂക്കിയെടുത്തിപ്പം ഞാൻ അകത്തിടും. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണിത്, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? എന്നിട്ട് വീണ്ടും വിവാഹം കഴിച്ച് എന്നെയും തട്ടിപ്പിന് ഇരയാക്കാനാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇയാൾക്ക് ആഗ്രഹം തോന്നുന്ന പെൺകുട്ടികളെയെല്ലാം വളച്ച് വിവാഹം കഴിക്കുക, അതിനുശേഷം ഉപേക്ഷിച്ചു പോവുക. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. പല പരാതികളും ഇയാൾക്കെതിരെ ഉണ്ടെങ്കിലും ഇയാൾ അതെല്ലാം മുക്കിയിരിക്കുകയാണ്. പക്ഷേ ഇത് കണ്ടോ, ഈ തെളിവ് എന്ന് പറഞ്ഞ ആ വീഡിയോ എല്ലാവരെയും കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും സ്തംഭിച്ചു പോവുക. അപ്പം നന്ദു അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം, വാ ഇവിടെ വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവരും അപ്പോൾ കണ്ണുകളി നിൽക്കുക. അപ്പോൾ ആദർശം അങ്ങോട്ട് ചെല്ലുക, ചെന്നിച്ച് ഒറ്റ ഒരു അടി കൊടുക്കുകയാണ് നമ്മുടെ സച്ചിൻ്റെ നേരെ. ചെല്ലട, നിന്നെ ഞാൻ ശരിയാക്കും, നീ ഇതുപോലൊരു തോന്നിയാസിയായിരുന്നോ, ഇതുപോലൊരു കള്ളനായിരുന്നോ നീ എന്നൊക്കെ ചോദിച്ച് ആദർശം കൈ കൊടുക്കുന്നുണ്ട്. നന്ദുവാണെ സച്ചിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അങ്ങനെ ആ വിവാഹ നിശ്ചയം അവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അനിയും നന്ദുവും ഒന്നിക്കുന്ന സീനൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്